കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് കേരളത്തിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞതിൽ കേരള പോലീസിനും സംസ്ഥാന ഇന്റലിജൻസിനും ഗുരുതര വീഴ്ച. സവാദിനെ പിടികൂടിയ മേഖല കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ശക്തമാണെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയത്. മതനിന്ദ ആരോപിച്ച് പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ശേഷം PFI ഭീകരവാദി സവാദ് 8 വർഷത്തോളം കേരളത്തിൽ തങ്ങിയിട്ടും സംസ്ഥാന പോലീസോ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കോ പ്രതിയെക്കുറിച്ചുള്ള ഒരു വിവരവും ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും സവാദിന്റെ ഒളിത്താവളങ്ങളായിരുന്നത് PFIയുടെയും CPMന്റെയും ശക്തികേന്ദ്രങ്ങളായിരുന്നു. നിരോധനത്തിന് ശേഷവും PFI സ്വാധീന മേഖലകളായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിലും സവാദ് പിടിയിലായ മട്ടന്നൂരിലെ മേഖലകളുണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ റിപ്പോർട്ടുകളെല്ലാം പൂർണ്ണമായും അവഗണിച്ചു. PFI ശക്തികേന്ദ്രങ്ങളിൽ NIA നിരീക്ഷണം ശക്തമാക്കുകയും ഷാജഹാൻ എന്ന പേരിൽ കുടുംബസമേതം കഴിയുന്നത് സവാദാണെന്ന് തിരിച്ചറിഞ്ഞ് പിടികൂടുന്നത് വരെയും ഇയാൾ സുരക്ഷിതനായിരുന്നു. സവാദിന് സംരക്ഷണമൊരുക്കിയതിൽ കൂടുതൽ PFI ഭീകരവാദികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NIA. സവാദിന്റെ തിരിച്ചറിയൽ പരേഡും നിർണായകമാണ്. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ സബ് ജയിലിൽ നടത്തുന്ന തിരിച്ചറിയൽ പരേഡിൽ പ്രൊഫസർ ടി.ജെ. ജോസഫും എത്തും. ക്രൂരമായ ആക്രമണം നടത്തിയയാളെ എപ്പോഴും തിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രൊഫസർ ടി.ജെ. ജോസഫ് പറഞ്ഞിരുന്നു. സവാദിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ആദ്യമായല്ല മതഭീകരവാദികൾ കേരളത്തെ ഒളിത്താവളമാക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് സവാദ് കാലങ്ങളോളം കേരളത്തിൽ ഒളിവിൽ താമസിച്ചത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.